അവസരം നിഷേധിക്കപ്പെട്ടാൽ നമ്മൾ എങ്ങനെ കഴിവ് തെളിയിക്കും അല്ലേ? അതിനുള്ള വഴി ഹാക്കിംഗ് ആണെങ്കിലോ? സംഭവം എങ്ങനെയാണ്? സൈബർ സുരക്ഷാ ബിരുദ കോഴ്സിന് കാൺപൂർ IITയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥിയുടെ അപേക്ഷ തള്ളിയതിന് പിന്നാലെ വിദ്യാർത്ഥി IIT കാൺപൂരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അങ്ങ് ഹാക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് ഏറ്റവും രസമുള്ള കാര്യം നടക്കുന്നത്. വിദ്യാർത്ഥിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതിന് പകരം ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്ത അധികൃതർ മാതൃകയായി. കൂടുതൽ വിവരങ്ങൾ പറയാനായി അസ്മ നുസ്രത്ത് ചേരുന്നുണ്ട് തത്സമയം. അസ്മ, ഇതിപ്പോ ഈ കള്ളനെ പിടിക്കാൻ കള്ളന്റെ ബുദ്ധി തന്നെ വേണമെന്ന് പറയാറുണ്ട്. സൈബർ സുരക്ഷ പഠിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. തന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ നിരസിച്ചതിലുള്ള ആ ഒരു പ്രതികാരം മനസ്സിൽ കിടന്നു, അങ്ങനെ അങ്ങ് ഹാക്ക് ചെയ്തു. പക്ഷേ ഹാക്കിംഗ് അങ്ങനെ നിയമപരമായിട്ട് നമുക്കതിനെ അംഗീകരിക്കാനും കൈയടിച്ച് പാസ്സാക്കാനും ഒന്നും പറ്റില്ലെങ്കിലും തന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു മാർഗമായതുകൊണ്ട് തന്നെ സർവകലാശാല ഇപ്പൊ IIT ആണെച്ചെങ്കിലും ആ രീതിയിൽ തന്നെ അതിനെ കണ്ടുള്ളൂ. അതിന് കൂടുതൽ പ്രശംസിക്കുകയും അതുപോലെ തന്നെ ഇനിയൊരു അവസരമുണ്ടെങ്കിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്തതല്ലേ? അതെ ഹിമ, ഈ എത്തിക്കലായിട്ടുള്ള ഹാക്കിങ്ങിനെ കുറിച്ചും അൺഎത്തിക്കലായിട്ടുള്ള ഹാക്കിങ്ങിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ വിദ്യാർത്ഥി തീർത്തും ചെയ്തത് അൺഎത്തിക്കലായിട്ടുള്ള ഒരു ഹാക്കിംഗ് തന്നെയാണെന്ന് പറയാം. എന്നിരുന്നാലും വിദ്യാർത്ഥിയോട് ക്ഷമിച്ച് വിദ്യാർത്ഥിക്ക് ഒരു ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് IIT കാൺപൂർ. അതായത് സാധാരണയായി നമ്മളൊക്കെ ഇപ്പോൾ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യും. അതുമല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് തിരിയും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. എന്നാൽ IIT കാൺപൂരിൽ അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി അപേക്ഷിക്കുന്നത് സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിക്കാനുള്ള ബാച്ചിലർ ഓഫ് സൈബർ സെക്യൂരിറ്റി കോഴ്സിനായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാതെ വരുന്നു. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ വിദ്യാർത്ഥി ആ ഒരു IIT കാൺപൂരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് തന്നെ ഹാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വിദ്യാർത്ഥിയോട് അധികൃതരെല്ലാം ക്ഷമിച്ചു. വിദ്യാർത്ഥിക്ക് ഈ ഒരു കോഴ്സിന് പകരം ആ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലും വിദ്യാർത്ഥിക്ക് ഈ ഒരു സ്ഥാപനത്തിന് കീഴിലുള്ള റിസർച്ച് സെന്ററിൽ പിന്നെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം അധികൃതർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി തന്നെയാണ് ഈ ഒരു പിന്നെ വേറെ ആരും അധികൃതർ വഴിയോ മറ്റേതെങ്കിലും വഴിയോ ഒന്നുമല്ല ഈ ഒരു ഹാക്ക് ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞത്. ഈ വിദ്യാർത്ഥി തന്നെ ഹാക്ക് ചെയ്ത ഈ ഒരു ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നും തനിക്ക് ന്യായമായ രീതിയിൽ ഒരു അവസരം മാത്രമാണ് വേണ്ടതെന്നും പറഞ്ഞ് റെഡിറ്റിലും എക്സ് പോസ്റ്റിലും ഒക്കെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞ ഈ സ്ക്രീൻഷോട്ട്, അതായത് ഈ ഒരു സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത വിവരം വിദ്യാർത്ഥി തന്നെയാണ് ഈ അധികൃതരെല്ലാം അറിയിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥിയുടെ ഈ ഒരു പ്രതിഭ കാണിച്ചു എന്ന് നല്ല രീതിയിൽ പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്നിരുന്നാലും പ്രതിഭ കണ്ട ഈ ഒരു അധികൃതർ വിദ്യാർത്ഥി പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തതെന്നും വിചാരിച്ച് വിദ്യാർത്ഥിക്ക് തൽക്കാലം അഡ്മിഷൻ ഇല്ല. അതായത് ആ അഡ്മിഷൻ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു ആ വർഷത്തെ. അതുകൊണ്ട് തന്നെ അഡ്മിഷന് പകരം ഈ ഒരു സ്ഥാപനത്തിന് കീഴിലുള്ള റിസർച്ച് സെന്ററിൽ ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്തത്. എന്നിരുന്നാലും ഈ അധികൃതർ അതോടൊപ്പം തന്നെ അറിയിക്കുന്നുണ്ട്, അതായത് ശരിയായ മാർഗത്തിലൂടെ അല്ലാതെ ആരും അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കരുതെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ലെന്നും ഈ അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഹിമ ഇപ്പോൾ. തീർച്ചയായും അസ്മ, അപ്പൊ ഇതെന്തായാലും ഇനി കണ്ട് മാതൃകയാക്കി ആരും ഇങ്ങോട്ട് വരേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. IIT കാൺപൂരിന്റെ ഒക്കെ ഔദ്യോഗിക വെബ്സൈറ്റ് നമുക്കറിയാം ആവശ്യത്തിലേറെ സുരക്ഷയുള്ള ഉണ്ടായിരിക്കും. പക്ഷെ അതിനെയും മറികടന്ന് അതിനെ ഹാക്ക് ചെയ്തു എന്ന് പറയുമ്പോഴാണ് ആ വിദ്യാർത്ഥിയുടെ ഒരു പ്രതിഭ മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് അവർ ക്ഷണിക്കുന്നത്. പക്ഷേ അതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് കണ്ട് ആരെങ്കിലും മാതൃകയാക്കിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്.